SSC RRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റ് സ്കീംസ്. അപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള SSC എക്സാം ആയാലും റെയിൽവേ എക്സാം ആയാലും നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഗവൺമെന്റ് സ്കീംസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ എക്സാമുകളിൽ നിന്ന് തന്നെ ഗവൺമെന്റ് സ്കീമിൽ നിന്നും നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് നമ്മുടെ PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹയർ എഡ്യൂക്കേഷന് നമ്മുടെ ലൈഫിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പോലും ഹയർ എഡ്യൂക്കേഷന് പോവണ്ട എന്ന് തീരുമാനിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഫിനാൻഷ്യലി അവർ ബാക്ക്വേർഡ് ആയിരിക്കുന്നത് കൊണ്ടാണല്ലേ. അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് അഫോർഡബിൾ അല്ലാത്തൊരു സാധനം കൂടിയാണ്. അപ്പോൾ അഫോർഡബിൾ ഇല്ലാത്ത എഡ്യൂക്കേഷൻ ലോണും കൂടെയാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിൽ നിന്നും കുട്ടികളെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനാണ് നമ്മുടെ PM വിദ്യാലക്ഷ്മി സ്കീമിന് നവംബർ 6-ാം തീയതി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ PM വിദ്യാലക്ഷ്മി സ്കീമിനെ കുറിച്ച് ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ ഒന്നും കൂടി അഫോർഡബിൾ ആക്കിയതാണ് നമ്മുടെ PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. അതായത് കൊളാട്രൽ ഫ്രീ, ഗ്യാരണ്ടി ഫ്രീ എഡ്യൂക്കേഷൻ ലോണുകളാണ് നമ്മുടെ PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. അതായത് നമുക്ക് യാതൊരു ഈടും വെക്കാതെ എഡ്യൂക്കേഷൻ ലോൺ ഗ്യാരണ്ടി ഫ്രീ ആയിട്ട്, അതായത് കൊളാട്രൽ ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ യാതൊരു ഈടും വെക്കാതെ തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നതാണ്? ലോൺ ലഭിക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 8 ലക്ഷം രൂപ വരെ ആനുവൽ ഇൻകം ഉള്ള ഫാമിലിയിലെ സ്റ്റുഡൻസിന് 10 ലക്ഷം രൂപ വരെ 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മിനിമൈസ് ചെയ്ത് ഇൻട്രസ്റ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ 8 ലക്ഷം രൂപ വരെയാണ് ആനുവൽ ഇൻകം പറഞ്ഞിരിക്കുന്നത്. 10 ലക്ഷം രൂപ വരെയാണ് 3% ഇൻട്രസ്റ്റ് സബ്വെൻഷനിൽ ലോൺ ആയിട്ട് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ 7.5 ലക്ഷം രൂപ വരെ 75% ക്രെഡിറ്റ് ഗ്യാരണ്ടിയും കൂടി ഉറപ്പാക്കുന്നുണ്ട്. ഈ ലോൺ നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിൾ ആണ്. സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ബാങ്കിനും കോമൺ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് വഴിയായിരിക്കും നമുക്ക് ഈ ലോൺ അവെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. PM വിദ്യാലക്ഷ്മി സ്കീം യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് PM വിദ്യാലക്ഷ്മി സ്കീം ഫോർ സ്റ്റുഡൻസ് ടു അവെയിൽ ഈസി ലോൺസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് സബ്വെൻഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും ഈ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ തന്നെ 2024-25 വർഷം മുതൽ 2030-31 വർഷം വരെ 3600 കോടി രൂപയാണ് ബജറ്റ് നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ 7 ലക്ഷം ഫ്രഷ് സ്റ്റുഡൻസിനാണ് ഈ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമുക്ക് PM വിദ്യാലക്ഷ്മി സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതിനായിട്ട് വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ടൽ ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിൽ ഹാവ് യൂണിഫൈഡ് പോർട്ടൽ ഫോർ PM വിദ്യാലക്ഷ്മി. ഒരു യൂണിഫൈഡ് പോർട്ടൽ ഉണ്ട് PM വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അതുവഴി സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് സബ്വെൻഷനും ലോണിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോസസ് ആണുള്ളത്. എല്ലാ ബാങ്കുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് അപ്ലിക്കേഷൻ പ്രോസസ്സ് കൂടിയാണ് PM വിദ്യാലക്ഷ്മി സ്കീമിന് ഉള്ളത്. അപ്പോൾ PM വിദ്യാലക്ഷ്മി സ്കീം എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കൂടി സിംപ്ലിഫൈഡ് ആക്കുന്ന രൂപത്തിലാണ് ഗവൺമെന്റ് ഈ ഒരു PM വിദ്യാലക്ഷ്മി സ്കീമിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈലം SSC RRBയിൽ ഓൾറെഡി റണ്ണിംഗ് ആയിട്ടുള്ള കോഴ്സുകളിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ലിങ്ക് നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.